എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പ് അവതരിപ്പിക്കുന്ന വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ ഹേമ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സെറ്റ് സുവോളജി എക്സാമിൻ്റെ സിലബസിൽ തന്നിരിക്കുന്ന സെക്കൻഡ് യൂണിറ്റിലെ 2 പ്രധാനപ്പെട്ട മോഡ്യൂൾസുമായിട്ടാണ്. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെന്റൽ ബയോളജിയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഓരോ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ലൈവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആ ചാറ്റ് ബോക്സ് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഉത്തരം ടൈപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ അറിയാൻ പറ്റും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഈസ്ട്രോജൻ ഇസ് സെക്രീറ്റഡ് ബൈ ഡാഷ്. ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഹോർമോൺ ആണ് അല്ലെ. ഈസ്ട്രോജൻ ഇസ് സെക്രീറ്റഡ് ബൈ ഡാഷ്. കോർപ്പസ് ലൂട്ടിയം, തീക്ക ഇന്റേണ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ, ജെർമിനൽ എപ്പിത്തീലിയം ഓഫ് ഓവറി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആൻസർ അറിയാവുന്നവര് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, തീക്ക ഇന്റേണ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്താണ് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ? ഫോളിക്കിൾ സെൽസ് കൊണ്ട് സറൗണ്ട് ചെയ്ത രീതിയിലാണ് നമുക്ക് ഓവം അല്ലെ കാണാൻ പറ്റുന്നത്. ഓവം അതിനകത്താണ്, ഗ്രാഫിയൻ ഫോളിക്കിളാണ്, മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ അകത്തായിരിക്കും. അതിൽ തീക്ക ഇന്റേണ എന്ന ലെയർ ആണ് ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഈസ്ട്രോജൻ പല ഭാഗത്തുനിന്ന് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഓവറിയിലൊക്കെ ഉണ്ട് ഈസ്ട്രോജൻ. അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസിലെ ഏറ്റവും കറക്റ്റ് ആൻസർ തീക്ക ഇന്റേണ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. ഇനി മറ്റൊരു ഓപ്ഷനായ ഓപ്ഷൻ നമ്പർ 1 നോക്കൂ, കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഉണ്ട്, ഫീമെയിൽ ഹോർമോൺ ആയ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. എന്താണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്? ഓവറിയിൽ നിന്ന് ഒരു ഓവം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റിനും കുറെ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും, കുറെ ഫോളിക്കിൾ സെൽസ് ഉണ്ട്. ഒരു മെച്യൂർ ഓവം റിലീസ് ആയി കഴിയുമ്പോൾ ഓവറിയിൽ അവശേഷിക്കുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾസ് പതിയെ ഡീജനറേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന സ്ട്രക്ചറിന്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം വിൽ റിലീസ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫീമെയിൽ ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. ക്വസ്റ്റ്യൻ നമ്പർ 2, ആർട്ടറിക് ഫോളിക്കിൾ ഇസ് ഡാഷ്. എന്താണ് ആർട്ടറിക് ഫോളിക്കിൾ? വിച്ച് ആർ നോട്ട് ഡെവലപ്ഡ് കംപ്ലീറ്റ്ലി ആൻഡ് ഡീജനറേറ്റ്. അതർ നെയിം ഓഫ് കോർപ്പസ് ലൂട്ടിയം, വിച്ച് എക്സ്ട്രൂഡഡ് ഫ്രം oocyte. ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇതിലെ എന്തിനെയാണ് ആർട്രിക് ഫോളിക്കിൾ എന്ന് പറയുന്നത്? ആർട്രിക് ഫോളിക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം, ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ധാരാളം ആളുകൾ കോർപ്പസ് ലൂട്ടിയതിന്റെ മറ്റൊരു പേരാണ് എന്ന രീതിയിലൊക്കെ തെറ്റായി ഉത്തരം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ഗ്രാഫിയൻ ആർട്രിക് ഫോളിക്കിൾ എന്ന് പറയുന്നത് ദേ ആർ അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോട്ട് ഡെവലപ്ഡ്, കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാത്ത ഫോളിക്കിൾ സെൽസിനെ പറയുന്ന പേരാണ് ആർട്ടറിക് ഫോളിക്കിൾ എന്ന്. ആൻഡ് ദേ വിൽ ഡീജനറേറ്റ്, അത് നശിച്ചു പോകും ആർട്ടറിക് ഫോളിക്കിൾ. അപ്പോൾ ഇൻകംപ്ലീറ്റ്ലി ഡെവലപ്ഡ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഫോളിക്കിൾ സെൽസിന്റെ പേരാണ് ആർട്ടറിക് ഫോളിക്കിൾ. അടുത്തത്, number of eggs released in the lifetime of a woman is approximately dash. ഒരു സ്ത്രീ തന്റെ ജീവിത കാലഘട്ടത്തിൽ ഏകദേശം എത്ര ഓവം റിലീസ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് എഗ്സ് റിലീസ്ഡ് ഇൻ ദ ലൈഫ് ടൈം ഓഫ് എ വുമൻ ഇസ് അപ്രോക്സിമേറ്റ്ലി, ഓപ്ഷൻസ് നോക്കാം, 40, 400, 4000, 20,000. എത്ര എഗ്സ് റിലീസ് ചെയ്യുന്നുണ്ട്? ആൻസർ ഇസ് 400. അടുത്തത്, കോർപ്പസ് ലൂട്ടിയം ഡെവലപ്സ് ഫ്രം ഡാഷ്. കോർപ്പസ് ലൂട്ടിയം എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ഓവത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ കുറെ സെല്ലുകളുണ്ട്. ഒരു മെച്യൂർ ഓവത്തിനെ സറൗണ്ട് ചെയ്ത് കുറെ സെല്ലുകളുണ്ട്. ഈ ഓവം റിലീസായി കഴിയുമ്പോൾ അവിടെ ബാക്കി അവശേഷിക്കുന്ന സെല്ലുകളുടെ ആ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. സോ കോർപ്പസ് ലൂട്ടിയം ദേ ഡെവലപ്പ് ഫ്രം ഗ്രാഫിയൻ ഫോളിക്കിൾ. കോർപ്പസ് ലൂട്ടിയം develop from Grafting follicle. And corpus luteum ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. What is the name of that hormone?
കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ ഇസ് കോൾഡ് ആസ് പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോൺ. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ഉള്ള ആളുകളിൽ അബോർഷൻ തടയാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. സോ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്സ് ഫ്രം Graafian follicle and corpus luteum releases progesterone. The process by which Graafian follicles are formed in the ovary is known as. ഓവറിയിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ 1 oogenesis, option 2 luteinization, option 3 folliculogenesis, option 4 all of these. oogenesis എന്ന് പറഞ്ഞാൽ അത് ഓവറിയുടെ ഓവത്തിന്റെ മെച്ചുറേഷനും റിലീസും ഒക്കെയാണ് വരുന്നത്. അവിടെ oogenesis എന്ന് പറയുന്നത് ഒരു ഓവം ഫോം ചെയ്യുന്നതിനെയാണ് oogenesis എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 folliculogenesis എന്താണ്? It is a process by which Graafian follicles are formed in the ovary. Folliculogenesis is a process by which Graafian follicles are formed in the ovary. First menstrual cycle starts at dash. ആദ്യമായിട്ട് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകുന്നതിന് പറയുന്ന പേരെന്താണ്? അല്ലെങ്കിൽ അതിന് ഏത് സമയത്താണ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ. പാർച്ചുറേഷൻ, മെനോപോസ്, പ്യൂബർട്ടി, ഇംപ്ലാന്റേഷൻ. കറക്റ്റ് ആൻസർ എന്താണ്? ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്, അതായത് അഡോളസെന്റ് പീരീഡിൽ, കൗമാരത്തിലാണ് ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകുന്നത്. സോ ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. So what is option A? Parturition. Parturition means it is a process of childbirth. Childbirth, അതായത് ഡെലിവറിയെ പറയുന്ന പേരാണ് പാർച്ചുറേഷൻ. വാട്ട് ഇസ് മെനോപോസ്? മെനോപോസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിന്റെ എൻഡിനെയാണ്. മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെനോപോസ്. വാട്ട് ഇസ് ഇംപ്ലാന്റേഷൻ? Fertilization കഴിഞ്ഞ് after 7 days, this fertilized zygote gets implanted on the endometrium of the uterus. Endometrium, യൂട്രസിന്റെ എൻഡോമെട്രിയത്തിലേക്ക് ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്ന്. Question number 7. Menstrual cycle is generally of dash days. എത്ര ദിവസമാണ് menstrual cycle എന്ന് പറയുന്നത്? ഒരു ഫീമെയിൽ നോർമൽ menstrual cycle in a healthy female, what is the duration? 21 days, 28 days, 38 days, 40 days. Normal healthy human being, no, healthy human female has 28 days cycle. So menstrual cycle is 28 days. Mainly, which type of hormones control the menstrual cycle in human beings? മനുഷ്യരിൽ മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കാം. FSH, LH, FSH, LH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഉള്ളി. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇതിന്റെ ഉത്തരം എന്താണ്? FSHന്റെ ഫുൾ ഫോം എന്താ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. LHന്റെ ഫുൾ ഫോം എന്താ? ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ. FSHും LHും സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് അല്ലെ. ഗൊണാഡോട്രോപിക് ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് ഗൊണാഡോട്രോപിക് ഹോർമോൺ പിറ്റ്യൂട്ടറിയിലേക്ക് വരും. ആന്റീരിയർ പിറ്റ്യൂട്ടറി അതിന്റെ ഫലമായിട്ട് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് FSHും LHും. ഇതിന്റെ ടാർജറ്റ് ഓർഗൻസ് എന്ന് പറയുന്നത് മെയിൽസിലാണെങ്കിൽ മെയിലും ഫീമെയിലും ഗൊണാഡ്സിലാണ് FSHും LHും ടാർജറ്റ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ് FSH, LH ആൻഡ് ഈസ്ട്രജൻ. ഓക്കെ, ഇതിൽ പ്രൊജസ്ട്രോൺ ഉൾപ്പെട്ടിട്ടില്ല. പ്രൊജസ്ട്രോൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫീമെയിൽ ഹോർമോൺ, ബട്ട് മെൻസ്ട്രൽ സൈക്കിൾ ഇസ് നോട്ട് കൺട്രോൾഡ് ബൈ പ്രൊജസ്ട്രോൺ. Next, in human female, menstruation can be deferred by the administration of dash. ഇവിടെ മെൻസ്ട്രേഷൻ എന്തെങ്കിലും ഓൾട്രേഷൻ വരുത്തണം, ഒന്നെങ്കിൽ ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യോ അല്ലെങ്കിൽ പ്രൊലോങ് ചെയ്യോ ഒക്കെ ചെയ്യണമെങ്കിൽ ഹൗ വിൽ യു ഡു ദാറ്റ്? ഇതിന് കൊടുക്കുന്ന മെഡിസിൻ എന്താണ്?
FSH only, LH only, combination of FSH and LH, combination of estrogen and progesterone. ഇവിടെ ഏതൊക്കെ മെഡിസിൻ, ഏതൊക്കെ ഹോർമോൺസിന്റെ ഡെറിവേറ്റീവ്സ് ആണ് കൊടുക്കുന്നത്? Follicle stimulating hormone, luteinizing hormone, estrogen, progesterone. Actually, it is a combination of estrogen and progesterone. So the correct answer is option 4, combination of estrogen and progesterone. அடுத்தது question number 10. In mammals, egg is fertilized in dash. മനുഷ്യരിൽ, മാമൽസിൽ എഗ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? മാമൽസിലെ എഗ്ഗിന്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഓവറി, ഫാലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, വെജൈന. എവിടെയാണ് മാമൽസിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഇൻ മാമൽസ്, the fertilization takes place in the fallopian tube. In mammals, fertilization takes place in the fallopian tube. ഫാലോപ്പിയൻ ട്യൂബിലെ ഇസ്തുമസ്, ആംപുല, ഇസ്തുമസ് എന്ന് പറയുന്ന റീജിയനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്ന ഓവവും അതുപോലെ സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫാലോപ്പിയൻ ട്യൂബിലെ ഇസ്തുമസ് എന്ന റീജിയനിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആംപുല എന്ന റീജിയനിൽ വെച്ചിട്ടാണ്. അവിടെ നിന്ന് ദിസ് സൈഗോട്ട്, ഇത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് പതിയെ യൂട്രസിന്റെ ഇന്റീരിയറിലേക്ക് സ്വിം ചെയ്യും, എന്നിട്ട് യൂട്രസിന്റെ വാളിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. Implantation takes place 7 days after fertilization. ഇനി മറ്റൊരു കാര്യം, ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് യൂട്രസിന്റെ ഏത് ഭാഗത്താണ്? യൂട്രസിന്റെ ഇന്റേണൽ ലൈനിങ് ആയ എൻഡോമെട്രിയത്തിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ആൻഡ് എത്ര ദിവസം കഴിഞ്ഞാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്? 7 days after fertilization. So in mammals, egg is fertilized in the ഫാലോപ്പിയൻ ട്യൂബ്. ധാരാളം ആളുകൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴൊക്കെ പലരും എഴുതുന്ന ഉത്തരം യൂട്രസ് എന്നോ വെജൈന എന്നോ ഓവറി എന്നൊക്കെ എഴുതും. ബട്ട് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ഫാലോപ്പിയൻ ട്യൂബ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഫെർട്ടിലൈസേഷൻ ഇസ് ഡാഷ്. എന്താണ് ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. യൂണിയൻ ഓഫ് ഡിപ്ലോയിഡ് സ്പെർമാറ്റോസോൺ വിത്ത് ഡിപ്ലോയിഡ് ഓവം ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട്. ഓപ്ഷൻ 2, union of haploid sperm with haploid ovum to form haploid zygote. Option 3, union of haploid sperm with haploid ovum to form diploid zygote. Option 4, union of haploid sperm with diploid sperm with haploid ovum to form triploid zygote. ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? സൈഗോട്ട് എപ്പോഴും ഹാപ്ലോയിഡ് ആണോ അത് ഡിപ്ലോയിഡ് ആണോ? സൈഗോട്ട് സൈഗോട്ട് ഇസ് ഓൾവേസ് ഡിപ്ലോയിഡ് അല്ലെ. 2n ആയിരിക്കും സൈഗോട്ടിന്റെ ക്രോമസോം നമ്പർ. ഗാമേറ്റ്സ്, മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് സ്പേം ആണ്, ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ഓവമാണ്. സ്പേമിന്റെയും ഓവത്തിന്റെയും ക്രോമസോം നമ്പർ എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആണോ അതോ ഡിപ്ലോയിഡ് ആണോ? സ്പേമും ഓവവും. സ്പേമിന്റെയും ഓവത്തിന്റെയും ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ് ആണ്, അതായത് n ആണ് ക്രോമസോം നമ്പർ. ക്രോമസോം നമ്പർ ഇസ് ഈക്വൽ ടു n. Okay, chromosome number is equal to n. Here, what happens? ഇവിടത്തെ എന്താ സംഭവിക്കുന്നത്? ഹാപ്ലോയിഡ് സ്പേമും ഹാപ്ലോയിഡ് ഓവവും കൂടി ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. n+n 2n. ഒരു ഹാപ്ലോയിഡ് സ്പേമും ഹാപ്ലോയിഡ് ഓവവും കൂടി ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഫെർട്ടിലൈസേഷൻ ഇസ് ദ യൂണിയൻ ഓഫ് ഹാപ്ലോയിഡ് സ്പേം വിത്ത് haploid ovum to form diploid zygote. So the correct answer is option 3. അടുത്തത്, the 3 germ layers are formed during which stage of embryonic development? Embryonic developmentന്റെ ഏത് സ്റ്റേജിലാണ് 3 germ layers ഉണ്ടാകുന്നത്? അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഏതൊക്കെയാണ് 3 germ layers? What is the name of 3 germ layers? Ectoderm, endoderm and mesoderm. ഇതിൽ ഔട്ടർ മോസ്റ്റ് ജേം ലെയർ ഏതാണ്? എക്ടോഡേം. മിഡിൽ ജേം ലെയർ ഇസ് മീസോഡേം. ഇന്നർ മോസ്റ്റ് ഇസ് എൻഡോഡേം. എക്ടോഡേം, എൻഡോഡേം, മീസോഡേം, അങ്ങനെ 3 ജേം ലെയേഴ്സ് ഉണ്ട്. ഈ 3 ജേം ലെയേഴ്സ് എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ ഏത് സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്? മൊറൂല സ്റ്റേജ്, ബ്ലാസ്റ്റുല സ്റ്റേജ്, ഗാസ്ട്രുല സ്റ്റേജ്, ഇൻ എനി 2 stages.
അപ്പൊ ആദ്യം നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം, ഈ ഓരോ സ്റ്റേജസ്. വാട്ട് ഇസ് മൊറൂല? മൊറൂല എന്ന് പറയുന്നത് സൈഗോട്ടിന്റെ അല്ലെങ്കിൽ എംബ്രിയോയുടെ 16 സെൽഡ് സ്റ്റേജിനെയാണ് മൊറൂല എന്ന് പറയുന്നത്. മൊറൂല, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് മൊറൂല? മൾബറി ഫ്രൂട്ട് എന്നാണ് മൊറൂലയുടെ അർത്ഥം. സോ ഒരു മൾബറി ഫ്രൂട്ടിന്റെ ആകൃതിയായിരിക്കും ഈ സമയത്ത് ഗ്രോയിങ് എംബ്രിയോയ്ക്ക് ഉണ്ടാവുക. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് 16 സെൽ സ്റ്റേജ്, അല്ലെങ്കിൽ 16 സെൽസ് ആണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇനി ഒരു മൊറൂല ക്ലീവേജ് സംഭവിച്ച് 16 ഇൻറ്റു 2 32 സെൽ സ്റ്റേജ് ആകുന്നതിനെയാണ് ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ബ്ലാസ്റ്റുലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു സോളിഡ് മാസ് അല്ല. മൊറൂല എന്ന് പറയുന്നത് ഒരു സോളിഡ് മാസ് ഓഫ് സെൽ ആയിരുന്നു. ബ്ലാസ്റ്റുല എന്ന് പറയുന്നത് അതിന്റെ നടുവിൽ ഒരു ക്യാവിറ്റി ഉണ്ടായിരിക്കും. ആ ക്യാവിറ്റി ഇസ് കോൾഡ് ആസ് ബ്ലാസ്റ്റോസീൽ. ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ്. ബ്ലാസ്റ്റോസീൽ എന്നാണ് ക്യാവിറ്റിയുടെ പേര്. ആൻഡ് ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ്. ഈ ബ്ലാസ്റ്റോസീലിന് ചുറ്റും there is a single layer of cell. And that single layer of cell is called as blastoderm. ബ്ലാസ്റ്റോഡേമിലുള്ള ഓരോ ഇൻഡിവിജ്വൽ സെല്ലിനെയും വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയർ. So each cell is called as blastomer. That single layer of cell is called as blastoderm. Central cavity is called as blastocele, and it is filled with the fluid. ഇതാണ് ബ്ലാസ്റ്റുല. ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് 32 ആണ്. വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? 32 പിന്നെയും ക്ലീവ് ചെയ്ത് again it multiplies and it forms gastrula. ഗ്യാസ്ട്രുല സ്റ്റേജിലാണ് 3 ജേം ലെയേഴ്സ് ഉണ്ടാകുന്നത്. എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന് പറയുന്ന 3 ജേം ലെയേഴ്സ് ഉണ്ടാകുന്നത് ഗ്യാസ്ട്രുല സ്റ്റേജിലാണ്. ഗ്യാസ്ട്രുല സ്റ്റേജിന്റെ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു ആർക്കെൻഡ്രോൺ. പ്രിമിറ്റീവ് ഗട്ട് കോൾഡ് ആസ് ആർക്കെൻഡ്രോൺ ഇസ് ഫോംഡ് ഡ്യൂറിംഗ് ദ gastrulation. Primitive gut called as archendron is formed during gastrulation. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ ഗ്യാസ്ട്രുലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. Movement of blastomeres usually seen in which embryonic stage? Actually movement എന്നാണ്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണത്. Movement of blastomeres is usually seen in which embryonic stage? ബ്ലാസ്റ്റോമിയേഴ്സ് എപ്പോഴാണ് മൂവ് ചെയ്യുന്നത് കാണുന്നത്? മൊറൂല, ബ്ലാസ്റ്റുല, gastrula in all embryonic stages. Correct answer is gastrulation. Option 3, gastrulation. ഈ ബ്ലാസ്റ്റോമിയേഴ്സിന്റെ മൂവ്മെന്റിനെ പറയുന്നത് മോർഫോജെനറ്റിക് മൂവ്മെന്റ്സ് എന്നാണ്. കാരണം ഗാസ്ട്രുലയുടെ സമയത്ത് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ഒക്കെ പെരിഫറിയിലാണ് കാണുന്നത്. നടുവിൽ ഒരു വലിയ ക്യാവിറ്റിയും പുറത്താണ് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ഒക്കെ കാണുന്നത്. ഇവിടെ എൻഡോഡേമും മീസോഡേമും ഒരു എംബ്രിയോയുടെ ഉള്ളിൽ കാണേണ്ട സെല്ലുകളാണ്. So they will migrate from exterior to the interior, and this migration of cell is called as morphogenetic movements. So the migration of endoderm and mesoderm cells from periphery to the interior of gastrula is called as morphogenetic movement, and that is the movement of blastomeres. So the movement of blastomeres is called as morphogenetic movement, and it is usually shown in which embryonic stage? During the gastrula stage. Okay, അടുത്തത്. The first movement of the fetus and appearance of hair on the head are usually observed during the dash. ഫീറ്റസിന്റെ ആദ്യമായിട്ട് മൂവ്മെന്റ് കാണിക്കുന്നതും തലയിൽ ഹെയർ ഉണ്ടാകുന്നതും ഒക്കെ ഏത് സ്റ്റേജിലാണ്? 3rd month, 4th month, 5th month, 8th month. ഏത് സമയത്താണ് ഇത് കാണുന്നത്? It is usually seen in the 5th month. So the first movement of the fetus and appearance of hair on the head are usually observed during the 5th month of pregnancy. 15th question. Archendron is a cavity in dash. എന്താണ് ആർക്കെൻഡ്രോൺ? ആർക്ക് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, എൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ഗട്ട്. സോ ആർക്കെൻഡ്രോന്റെ മീനിങ് എന്താണ്? പ്രിമിറ്റീവ് ഗട്ട്. ഒരു എംബ്രിയോയിൽ കാണുന്ന ഏറ്റവും ആദ്യത്തെ ഗട്ടാണ് ആർക്കെൻഡ്രോൺ എന്നറിയപ്പെടുന്നത്. ആർക്കെൻഡ്രോൺ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ കാവിറ്റി ഏത് സ്റ്റേജിലാണുള്ളത്? ബ്ലാസ്റ്റുല, ഗാസ്ട്രുല, സൈഗോട്ട്, മൊറൂല. ആർക്കെൻഡ്രോൺ ഇസ് ഫോംഡ് ഡ്യൂറിങ് ഗാസ്ട്രുല സ്റ്റേജ്. ഗാസ്ട്രുല സ്റ്റേജിലുള്ള കാവിറ്റിയാണ്
ആർക്കെൻട്രോൺ. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റുലയിൽ ഒരു ക്യാവിറ്റി ഉണ്ടല്ലോ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദറ്റ് ബ്ലാസ്റ്റുല ക്യാവിറ്റി ഇൻ ദ ബ്ലാസ്റ്റുല? ഇറ്റ് ഇസ് കോൾഡ് ആസ് ബ്ലാസ്റ്റോസീൽ. ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്നത് ബ്ലാസ്റ്റുലയില്, ആർക്കെൻട്രോൺ എന്ന് പറയുന്നത് ഗാസ്ട്രുലയില്. അങ്ങനെയാണെങ്കിൽ മൊറൂലയിൽ ക്യാവിറ്റി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മൊറൂല ഇസ് എ സോളിഡ് മാസ് ഓഫ് സെൽസ്. അത് മൾബറി ഫ്രൂട്ട് പോലെയാണ് ഇരിക്കുന്നത്. 16 സെൽ സ്റ്റേജ് ആണ് മൊറൂല. ദർ ഇസ് നോ ക്യാവിറ്റി. ഇറ്റ് ഇസ് എ സോളിഡ് മാസ് ഓഫ് സെൽ. സൈഗോട്ടിൽ എന്തെങ്കിലും ക്യാവിറ്റി ഉണ്ടോ? ഇല്ല. സൈഗോട്ട് ഇസ് എ സിംഗിൾ സെൽ അല്ലേ? അത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. Question number 16. Parturition is induced by dash. Parturition means childbirth. ഡെലിവറിക്കാണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. Parturition is induced by dash. A complex neuroendocrine mechanism, a neural mechanism, a neuroendocrine mechanism, a physico-chemical mechanism. അപ്പോൾ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന മെക്കാനിസം എങ്ങനെയാണ് അത് ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഹോർമോൺസ് മാത്രം മതിയോ, അതോ നെർവസ് സിസ്റ്റം വേണോ, അതോ കെമിക്കൽസ് മാത്രം മതിയോ, ഫിസിയോളജിക്കൽ ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ എ കോംപ്ലെക്സ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. അതിന് നെർവസ് സിസ്റ്റത്തിന്റെ കൺട്രോൾ ഉണ്ട്, hormonal control ഉണ്ട്. So parturition is induced by a complex neuroendocrine mechanism. Which hormone is secreted in women only during pregnancy? പ്രഗ്നൻസിയിൽ മാത്രം റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഇതിൽ ഏതാണ്? പ്രൊജസ്ട്രോൺ, HPL, ഈസ്ട്രജൻ, തൈറോക്സിൻ. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മാത്രം റിലീസ് ചെയ്യുന്ന ഹോർമോൺ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ആൻഡ് തൈറോക്സിൻ. ഇത് മൂന്നും നോൺ പ്രഗ്നന്റ് വിമനിലും കാണാം. അപ്പൊ പ്രഗ്നന്റ് വിമനിൽ മാത്രമുള്ളത് എന്താണ്? HPL, ഹ്യൂമൻ പ്രൊലാക്റ്റിൻ അല്ലെ? HPL ഇത് പ്രഗ്നൻസിയിൽ മാത്രം കാണുന്ന ഒരു ഹോർമോണാണ്. അതുപോലെ HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രാപ്പിൻ, HCG എന്നറിയപ്പെടും. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രാപ്പിൻ is also released only during pregnancy. HCG is also produced only during pregnancy. Pregnancy detection കിറ്റിൽ യൂറിൻ സാമ്പിളിലെ HCGയുടെ പ്രസൻസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഇമ്മ്യൂണോളജി. നമ്മൾ ഇമ്മ്യൂണോളജിയാണ് നോക്കുന്നത്. ഇമ്മ്യൂണോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. The light chain and heavy chain of antibody are joined with the help of dash. ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് ഒരു ആന്റിബോഡിയാണ് അല്ലേ? വാട്ട് ഇസ് ആന്റിബോഡി? ഇറ്റ് ഇസ് എ പ്രോട്ടീൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നാണ് അറിയപ്പെടുന്നത്. IG അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതൊരു പ്രോട്ടീൻ മോളിക്യൂളാണ്. ബി സെൽസ് ആണ് ആന്റിബോഡീസ് റിലീസ് ചെയ്യുന്നത്. ഒരു ആന്റിബോഡിയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 2 ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനും ഉണ്ടായിരിക്കും. ഇതിലെ ലൈറ്റ് ചെയിനും ഹെവി ചെയിനും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്ന കെമിക്കൽ ബോണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ട്, ഡൈസൾഫൈഡ് ബോണ്ട്, അയോണിക് ബോണ്ട്, ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. ലൈറ്റ് ചെയിനും ഹെവി ചെയിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് ഏത് ബോണ്ടാണ്? ഡൈസൾഫൈഡ് ബോണ്ട്. ഡൈസൾഫൈഡ് ബോണ്ടാണ്. Okay, disulfide bond is seen between light chain and heavy chain, and it is also seen at the neck region of heavy chain. 2 heavy chain പരസ്പരം ബന്ധിപ്പിക്കുന്നതും ഡൈസൾഫൈഡ് ബോണ്ട് ആണ്. ലൈറ്റ് ചെയിനും ഹെവി ചെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതും ഡൈസൾഫൈഡ് ബോണ്ട് ആണ്. Question number 2. Colostrum is rich in dash. കൊളോസ്ട്രത്തിൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. There are 5 different classes of immunoglobulin. IgA, IgG, IgE, IgM അങ്ങനെ പല ക്ലാസ്സസ് ഉണ്ട്. ഇതിൽ കൊളോസ്ട്രത്തിൽ കാണുന്നത് ഏതാണ്? അപ്പൊ ആദ്യം നമ്മൾ അറിയണം വാട്ട് ഇസ് കൊളോസ്ട്രം. വാട്ട് ഇസ് കൊളോസ്ട്രം? എന്താ കൊളോസ്ട്രം എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ ഫസ്റ്റ് മിൽക്ക് സെക്രീറ്റഡ് ബൈ എ മദർ ആഫ്റ്റർ ഡെലിവറി. അമ്മയുടെ ആദ്യത്തെ യെല്ലോ മിൽക്ക് ഇസ് കോൾഡ് ആസ് കൊളോസ്ട്രം ആൻഡ് ദിസ് ഇസ് റിച്ച് ഇൻ ഡാഷ്. അതിൻ്റെ അകത്ത് എന്താണ് കൂടുതലായിട്ടുള്ളത്? അതിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? കൊളോസ്ട്രം ഇസ് റിച്ച് ഇൻ IgA. IgA ആണ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലുള്ളത് IgA, അമ്മയും
IgAയും A അമ്മ ആൻഡ് IgA. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. IgG, പ്ലാസന്റ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് IgG ആണ്, IgG. ഇനി അടുത്തത് IgEയുടെ പ്രത്യേകത, അലർജി സമയത്ത് റിലീസ് ചെയ്യുന്നതാണ് IgE. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൊളോസ്ട്രത്തിലുള്ളത് ഏതാണ്? അത് IgA ആണ്. കൊളോസ്ട്രത്തിൽ മാത്രമേ IgA ഉള്ളൂ. ബ്രസ്റ്റ് മിൽക്കിലുണ്ട്, ടിയേഴ്സിലുണ്ട്, സലൈവയിലൊക്കെ ഉള്ളത് IgA ആണ് കേട്ടോ. pH, fever and body secretions are included in which type of the following barrier? Fever, pH and body secretions are included in which type of the following barrier? Physical, cellular, cytokinin, physiological. ഇതിൽ ഏത് ബാരിയറിലാണ് ഇതൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്? അത് ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. ഓപ്ഷൻ 4 ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്തൊക്കെയാ? നമ്മുടെ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിനുമാണ് ഫിസിയോളജിക്കൽ ബാരിയർ. സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ബി സെൽസ്, ടി സെൽസ് ഒക്കെയാണ് സെല്ലുലാർ ബാരിയർ. സൈറ്റോകൈനൻസ് എന്ന് പറയുന്നത് കെമിക്കൽ ബാരിയർ ആണ്. ഫിസിയോളജിക്കൽ ബാരിയറിലാണ് ഫീവർ, pH ആൻഡ് ബോഡി സെക്രീഷൻസ് വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. Which of the following are the properties of acquired immunity? Which of the following are the properties of acquired immunity? Specificity, diversity, immunological memory, all of the above. ഇതിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടീസ് ഏതാണ്? അപ്പോൾ ആദ്യം നമ്മൾ അറിയണം എന്താണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. An immunity gained by an individual after the attack of a pathogen or an antigen is called as acquired immunity. ഒരാൾ തൻ്റെ ലൈഫ് സൈക്കിളിൽ ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി ക്യാൻ ബി ഓഫ് 2 types, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു അറ്റാക്ക്, ഒരു ഇമ്മ്യൂണോളജിക്കൽ അറ്റാക്ക് വന്നു, ഒരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നതാണ് നാച്ചുറൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ വാക്സിൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആർട്ടിഫിഷ്യൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? സ്പെസിഫിസിറ്റി, ഡൈവേഴ്സിറ്റി, ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി. ആക്ച്വലി ഇത് മൂന്നും അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആണ്. സ്പെസിഫിസിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി, ഓൾ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇനി വാക്സിൻ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ്. വാക്സിൻ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഡാഷ്. Natural passive acquired immunity, natural active acquired immunity, artificial active acquired immunity, artificial passive acquired immunity. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണെന്ന് നമുക്കറിയാം. അതായത് ഒരാൾ അയാളുടെ ലൈഫ് സൈക്കിളിൽ ആർജിച്ചെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. വാക്സിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആണോ ആർട്ടിഫിഷ്യൽ ആണോ? വാക്സിൻ ഇസ് ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ ആണ്. ഇനി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പാസീവ് ഉണ്ട്. Active means an individual's immune system is actively involved in generating immunity ആണെങ്കിൽ അത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. If prepared antibodies are passively administered to a patient, it is called as passive immunity. അതുപോലെ തന്നെ മദറിൽ നിന്ന് കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്കിലൂടെ കിട്ടുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. Here, in passive immunity, the immune system of that individual is not involved and ready-made or prepared antibodies are administered. They are directly given to that patient. That is passive immunity. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? വാക്സിൻ എന്ന് പറയുന്നത് അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ, ഇറ്റ് ബിലോങ്സ് ടു ഓപ്ഷൻ 3, ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇത് ഒരാളുടെ ലൈഫ് സൈക്കിളിൽ കിട്ടുന്നതാണ്, അതുകൊണ്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആർട്ടിഫിഷ്യൽ ആയിട്ട് സിന്തസൈസ് ചെയ്തെടുക്കുന്നതാണ്, അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. ഇവിടെ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഐദർ ലൈവ് പാത്തോജൻ ഓർ കിൽഡ് പാത്തോജൻസ് ഓർ their products are given. അത് മേ ബി എൻഡോടോക്സിൻസോ ടോക്സോയിഡ്സോ പോലത്തെ പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും വാക്സിൻ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അടുത്തത് MHC2 is present on dash. MHC2 is present on dash. Macrophage,
ബി ലിംഫോസൈറ്റ്, ഡെൻഡ്രിറ്റിക് സെൽസ്, ഓൾ ഓഫ് ദ എബവ്. രണ്ട് ടൈപ്പ് MHC സെൽസ് ഉണ്ട്. മേജർ ഹിസ്റ്റോ കോമ്പാക്റ്റബിലിറ്റി സെൽസ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. MHCs എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. ദേ ആർ പ്രസന്റ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ്. നമ്മളുടെ ശരീരത്തിലുള്ള പല ഇമ്മ്യൂൺ സെല്ലിൻ്റെ മെംബ്രെയിനിന് പുറത്ത് കാണുന്ന ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് MHC പ്രോട്ടീൻസ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ദർ ആർ ടു ടൈപ്സ് ഓഫ് MHC, ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2. ക്ലാസ് 1 കാണുന്നത് എവിടെയാണ്? ക്ലാസ് 1 is seen on all nucleated body cells. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിന്റെ സർഫസിലും ക്ലാസ് 1 MHC പ്രോട്ടീൻസ് കാണാം. ഈ MHC പ്രോട്ടീനിലേക്കാണ് ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി സെല്ലിന്റെ മെംബ്രെയിനിലുള്ള MHC 1ലേക്ക് ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യും. ഇനി അടുത്തത് ക്ലാസ് 2. ക്ലാസ് 2 MHC എല്ലാ സെല്ലുകളിലും ഉള്ള. It is seen in macrophage, dendritic cells and B lymphocytes. So class 2 MHCs are seen in 3 types of cells. ഏതൊക്കെയാണ് മൂന്ന് സ്പെഷ്യലൈസ്ഡ് സെൽസ്? മാക്രോഫേജസ്, B lymphocytes and dendritic cells. ഇവരുടെ പ്രത്യേകത ഈ ക്ലാസ് 2 MHCയുടെ മുകളിലും ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യാനുള്ള ഒരു ക്ലഫ്റ്റ് ഉണ്ടായിരിക്കും. അതിലേക്കാണ് ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. So there are 2 types of MHC, class 1 and class 2. Class 1 is seen in all nucleated body cells. Class 2 is seen exclusively in macrophages, B lymphocytes and dendritic cells. അടുത്തത്, the tissue matching is required in which of the following? Tissue matching is required in which of the following? Homograft, autograft, allograft, both 1 and 3. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഇതിന്റെ മീനിങ് എന്ന് നമുക്ക് നോക്കാം. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തെ ഒരു സ്കിന്നോ എന്തെങ്കിലും ടിഷ്യൂസോ അല്ലെങ്കിൽ ഓർഗനോ മറ്റൊരു ഭാഗത്തേക്ക് വെച്ച് പിടിപ്പിക്കുന്നതിനാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. There are different types of grafting. One is called as autograft. ഇവിടെ ഗ്രാഫ്റ്റിംഗ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ സെയിം ഇൻഡിവിജ്വൽ. ഉദാഹരണത്തിന് നമ്മുടെ ഫേസിൽ ഇപ്പോൾ ഒരു സ്കിന്ന് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ തൈ റീജിയനിൽ നിന്ന് സ്കിൻ എടുത്തിട്ട് ഫേസിൽ പിടിപ്പിക്കാറുണ്ട്. നമ്മുടെ എവിടെയെങ്കിലും കയ്യോ കാലോ ഒക്കെ പൊള്ളലേറ്റ് കഴിയുമ്പോൾ തൈ റീജിയൻ അത് എക്സ്പോസ്ഡ് അല്ലാത്ത ഏരിയയിൽ നിന്ന് സ്കിൻ എടുത്ത് അവിടെ പിടിപ്പിക്കും. ഹിയർ ദ ഗ്രാഫ്റ്റ് ഇസ് ഡൺ വിത്തിൻ ദ സെയിം ഇൻഡിവിജ്വൽ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓട്ടോഗ്രാഫ്റ്റ്. അതായത് സെൽഫ് ഗ്രാഫ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ഇസ് syngenic graft. Syngenic graft means it is a graft between identical twins. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംഗിൾ സൈഗോട്ട് ക്ലീവ് ചെയ്ത് അതിൽ നിന്ന് 2 ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്നതിനെയാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. ഐഡന്റിക്കൽ ട്വിൻസ് ദേ ഹാവ് ദ സെയിം ജനറ്റിക് മേക്കപ്പ്. ദിസ് ഇസ് കോൾഡ് ആസ് സിൻജനിക് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അല്ലോഗ്രാഫ്റ്റ്. അല്ലോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് നോൺ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ നടക്കുന്ന ഗ്രാഫ്റ്റ് ആണ് അല്ലോഗ്രാഫ്റ്റ്. ഇപ്പൊ ഒരാളുടെ ലിവറിന്റെ ഒരു ഭാഗം വേറൊരാൾക്ക് പിടിപ്പിക്കുന്നു, ഒരാളുടെ കോർണിയ വേറൊരാൾക്ക് പിടിപ്പിക്കുന്നു, ഒരാളുടെ കിഡ്നി മറ്റൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ഇതൊക്കെ അല്ലോഗ്രാഫ്റ്റ് ആണ്. ഹിയർ ദ ഗ്രാഫ്റ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ നോൺ ഐഡന്റിക്കൽ ഇൻഡിവിജ്വൽസ്. അടുത്തതാണ് സീനോഗ്രാഫ്റ്റ്. സീനോഗ്രാഫ്റ്റ് ഇസ് എ ഗ്രാഫ്റ്റ് ബിറ്റ്വീൻ 2 ഡിഫറെന്റ് സ്പീഷീസ്. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ പത്രത്തിലൊക്കെ കണ്ടു പന്നിയുടെ ഹൃദയം വെച്ച് പിടിപ്പിച്ചു അല്ലെ. അപ്പൊ അതെന്താണ്? വേറൊരു സ്പീഷീസിൽ നിന്ന് മനുഷ്യനിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ദാറ്റ് ഇസ് കോൾഡ് ആസ് സീനോഗ്രാഫ്റ്റ്. ഇവിടെ ടിഷ്യൂ മാച്ചിങ് എവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിഷ്യൂ മാച്ചിങ് നടന്നില്ലെങ്കിൽ അത് ഇമ്മ്യൂൺ റിജക്ഷന് സംഭവിക്കും. ഗ്രാഫ്റ്റ് റിജക്ഷനിലേക്ക് അത് പോകും. സിവിയർ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകും ബോഡിയിൽ. ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ് ഫോർ ദ പേഴ്സൺ. അപ്പോൾ ഓട്ടോഗ്രാഫ്റ്റിൽ ടിഷ്യൂ മാച്ചിങ്ങിന്റെ ആവശ്യമുണ്ടോ? കാരണം അത് സെയിം ഇൻഡിവിജ്വലിന്റെ ബോഡിയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓട്ടോഗ്രാഫ്റ്റിൽ വേണ്ട, ഹോമോഗ്രാഫ്റ്റിലും അല്ലോഗ്രാഫ്റ്റിലും ഒക്കെ വേണം. അല്ലോഗ്രാഫ്റ്റ് ഇസ് അനദർ നെയിം ഫോർ ഹോമോഗ്രാഫ്റ്റ്. ഓക്കെ, നോൺ ഐഡന്റിക്കൽ ഇൻഡിവിജ്വൽസിന്റെ ഇടയിലുള്ള ഗ്രാഫ്റ്റിംഗ് ആണ് ഹോമോഗ്രാഫ്റ്റ് ആൻഡ് അല്ലോഗ്രാഫ്റ്റ്. നെക്സ്റ്റ് ഇസ് BCG വാക്സിൻ ഇസ് an example of dash. BCG വാക്സിൻ ഇസ് an example of dash. എന്തിന്റെ വാക്സിൻ എക്സാമ്പിൾ ആണ്? BCG വാക്സിൻ എന്ന് പറയുന്നത് TBക്ക് എഗെയിൻസ്റ്റ് കൊടുക്കുന്ന വാക്സിനെയാണ് നമ്മൾ BCG വാക്സിൻ എന്ന് പറയുന്നത്. TB ക്ഷയരോഗത്തിനെതിരെ, ട്യൂബർക്കുലോസിസിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. ബാസിലസ് കാൽമെറ്റി ഗുവാറിൻ എന്നാണ് അതിന്റെ ഫുൾ നെയിം. ഇതൊരു ബാക്ടീരിയക്കെതിരെ കൊടുക്കുന്ന വാക്സിൻ ആണ്.
ഇത് കണ്ടുപിടിച്ചത് കാൽമെറ്റും ഗുവാരനും ചേർന്നാണ്. അതുകൊണ്ടാണ് അതിന് BCG എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. BCG എപ്പോഴാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? സൂൺ ആഫ്റ്റർ ദ ബർത്ത്, ജനിച്ച് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഏറ്റവും ഉടനെ കൊടുക്കുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ. BCG vaccine, what type of vaccine is it? Killed vaccine, live attenuated vaccine, toxoid, all of the above. BCG vaccine is a live attenuated vaccine. BCG vaccine is a live attenuated vaccine. അതായത് ഇവിടെ ജീവനുള്ള പാത്തോജൻ തന്നെയാണ് വാക്സിൻ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നത്, പക്ഷെ അത് അറ്റന്വേറ്റഡ് ആയിരിക്കും. അറ്റന്വേറ്റഡ് എന്ന് പറഞ്ഞാൽ വീക്കൻ ചെയ്തത്, അതിന്റെ ശേഷി കുറച്ച് ഉള്ളൊരു വാക്സിനെയാണ് അറ്റന്വേറ്റഡ് എന്ന് പറയുന്നത്. ദേ ആർ ലൈവ് അറ്റന്വേറ്റഡ് വാക്സിൻ. Which type of immunity is responsible for rejection of graft? ഗ്രാഫ്റ്റ് റിജക്ഷന്റെ കാരണം ഏത് ടൈപ്പ് ഇമ്മ്യൂണിറ്റി ആണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ജനിക്കുന്നത് തന്നെ സ്കിന്നും അങ്ങനെ കുറേ ബാരിയേഴ്സ് ഒക്കെ ഓടുകൂടിയാണ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മീഡിയേറ്റഡ് ബൈ ആന്റിബോഡീസ് സെക്രീറ്റഡ് ബൈ ബി സെൽസ്. അതിന് തന്റെ മറ്റൊരു പേരാണ് ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അടുത്തത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഇസ് കോൾഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ടി സെൽസ്. ടി സെൽസ് കാരണം ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവിടെ സൈറ്റോകൈനൻസ് ഒക്കെയാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. ഹ്യൂമോറൽ എന്ന് പറയുന്നത് ആന്റിബോഡി മീഡിയേറ്റഡ് ആണ്. ഇപ്പോൾ ഗ്രാഫ്റ്റ് റിജക്ഷനിൽ ഏറ്റവും ആദ്യം വരുന്നത് ഏത് ഇമ്മ്യൂണിറ്റിയാണ്? ഗ്രാഫ്റ്റ് റിജക്ഷന്റെ ഇനീഷ്യൽ സ്റ്റേജസ് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ബൈ ടി സെൽസ് ആണ്. ടി സെല്ലിന്റെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കാരണമാണ് ഗ്രാഫ്റ്റ് റിജക്ഷൻ ഉണ്ടാകുന്നത്. അത് കഴിയുമ്പോഴേക്കും പിന്നെ ഹ്യൂമോറലും അതിലേക്ക് പങ്കെടുക്കും. ബട്ട് ദ മെയിൻ പാർട്ട് ഇസ് ഡൺ ബൈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. Question number 10. Interferon. What are interferons? ഒരു സെല്ലിനെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ തന്റെ സറൗണ്ടിങ്ങിലേക്ക് റിലീസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് they are called as interferons, and actually it is a signal to the neighboring unaffected cells to destroy RNA and reduce protein synthesis. This signals neighboring infected cells to undergo apoptosis and it will activate the immune cells. അപ്പോൾ ഇന്റർഫെറോണിന് 3 ഫങ്ഷൻസ് ഉണ്ട്. അൺഅഫക്റ്റഡ് ആയിട്ടുള്ള സെല്ലുകളോട് RNA സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അഫക്റ്റഡ് ആയിട്ടുള്ള നെയ്ബറിംഗ് സെൽസിന് സെൽ ഡെത്ത് അല്ലെങ്കിൽ അപ്പോട്ടോസിസ് സിഗ്നൽ കൊടുക്കും. മറ്റ് ഇമ്മ്യൂൺ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ ഇന്റർഫെറോൺ ഇസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് which is secreted by an വൈറസ് ഇൻഫെക്റ്റഡ് സെൽ. ഇതൊരു കെമിക്കൽ ബാരിയർ ആണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിൽ ഉൾപ്പെടുന്നു? വാട്ട് ഈസ് എ റോൾ ഓഫ് ഇന്റർഫെറോൺ? ഓപ്ഷൻസ് വായിക്കാം. കിൽസ് ദ വൈറസ് ഇൻ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ, kills the virus and destroy, kills the TIP, translation inhibiting protein, antibacterial property. ഇതിൽ ആന്റി ബാക്ടീരിയൽ അല്ല, കാരണം ഇന്റർഫെറോൺ എന്ന് പറയുന്നത് വൈറസ് ഇൻഫെക്റ്റഡ് സെല്ല് റിലീസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ 4 തെറ്റാണ്. പിന്നെ ഇനി ഓപ്ഷൻ 1, 2, 3 ആണ് സംശയം. ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇറ്റ് കിൽസ് ദ ട്രാൻസ്ലേഷൻ ഇൻഹിബിറ്റിംഗ് പ്രോട്ടീൻ. സോ ഇന്റർഫെറോൺ വിൽ കിൽ ദ ട്രാൻസ്ലേഷൻ ഇൻഹിബിറ്റിംഗ് പ്രോട്ടീൻ. Question number 11. First line of defense of body is called dash. ബോഡിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്? സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ്, ഫീവർ, ഇന്റർഫെറോൺ. ബോഡിയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. ആ ഫിസിക്കൽ ബാരിയേഴ്സ് ആദ്യമേ ഒരു ഇൻഫെക്ഷൻ കടന്നു വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെ എവിടെ വെച്ചാണ് തടയുന്നത്? അതിനെയാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇസ് സ്കിൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മ്യൂക്കസ് മെംബ്രെയിൻ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ.
അടുത്തത് ആന്റിജൻ. ആന്റിജൻ ഇസ് ഡാഷ്. ആന്റിജനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ആന്റിജൻ എ സബ്സ്റ്റൻസ് വിച്ച് സ്റ്റിമുലേറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് വെനം. ഇറ്റ് ഈസ് എ വാക്സിൻ, ആന്റിബോഡി പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റിംഗ് ഏജന്റ്, പാർട്ട് ഓഫ് ബോഡി ഡിഫൻസ് സിസ്റ്റം. എന്താണ് ഒരു ആന്റിജൻ എന്ന് പറയുന്നത്? ആന്റിജൻ ഇസ് ആൻ ആന്റിബോഡി പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റിംഗ് ഏജന്റ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. നമ്മുടെ ബോഡിയെ കൊണ്ട് ആന്റിബോഡി പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പാത്തോജന്റെ ഒരു ഭാഗമായിരിക്കാം. ആ പാത്തോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ടോക്സിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ പാത്തോജന്റെ ബോഡി പാർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആ പാത്തോജൻ ആസെറ്റ് ആയിരിക്കാം. So it is a substance which will stimulate the production of antibody. So antigen can be defined as a substance which stimulate the production of antibody. So the correct answer is option 3. Question number 13. Which is the correct sequence of events of inflammation or phagocytosis? Inflammation അല്ലെങ്കിൽ phagocytosisന്റെ കറക്റ്റ് സീക്വൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. Vasodilation, diapedesis, adhesion, chemotaxis, phagocytosis. അടുത്തത് vasodilation, adhesion, diapedesis, chemotaxis, phagocytosis. അടുത്തത് adhesion, vasodilation, diapedesis, chemotaxis, phagocytosis. Fourth option, vasodilation, adhesion, chemotaxis, diapedesis, phagocytosis. The correct option is option 2, vasodilation, adhesion, diapedesis, chemotaxis, phagocytosis. ഇവിടെ വാസോഡൈലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഡയാമീറ്റർ കൂടുന്നതിനെയാണ് വാസോഡൈലേഷൻ എന്ന് പറയുന്നത്. അഡ്ഹഷൻ എന്ന് പറയുന്നത് അതിലേക്ക് പല ഇമ്മ്യൂൺ സെൽസ് വന്ന് അറ്റാച്ച് ചെയ്യും ഒരു ഇഞ്ചുറി വരുന്ന സ്ഥലത്തേക്ക്. ഡയാപെഡിസിസ് എന്ന് പറയുമ്പോൾ ഈ ബ്ലഡ് വെസലിൽ നിന്ന് പുറത്തേക്ക് ചില ഇമ്മ്യൂൺ സെൽസ് പുറത്തേക്ക് പെട്രോളിങ്ങിന് പോകും, അതാണ് ഡയാപെഡിസിസ്. കീമോടാക്സിസ് ഇവർ തമ്മിലുള്ള കെമിക്കൽ അട്രാക്ഷനെയാണ് കീമോടാക്സിസ് എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസിസ് മീൻസ് ദ പാത്തോജൻ ആൻഡ് ദ സെല്ലുലാർ ഡെബ്രിസ് ആർ റിമൂവ്ഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫാഗോസൈറ്റോസിസ്. അപ്പൊ സെല്ല് എൻഗൾഫ് ചെയ്ത്, എസ്പെഷ്യലി ന്യൂട്രോഫില് പോലത്തെ സെല്ലൊക്കെ സെല്ലുലാർ ഡെബ്രിസിനെയും പാത്തോജനെയൊക്കെ എൻഗൾഫ് ചെയ്ത് ലൈസോസൈം എൻസൈംസ് ഉപയോഗിച്ച് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ നടക്കുമ്പോഴുള്ള കറക്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് വാസോഡൈലേഷൻ, അഡ്ഹഷൻ, ഡയാപെഡിസിസ്, കീമോടാക്സിസ് ആൻഡ് ഫാഗോസൈറ്റോസിസ്. Question number 14. Cell mediated immunity is provided by dash. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ബോഡിയിലുള്ള രണ്ട് ടൈപ്പ് ഇമ്മ്യൂണിറ്റിയാണ്, ഒന്ന് സെൽ മീഡിയേറ്റഡും ഒന്ന് ഹ്യൂമോറലും. ഇതിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി നൽകുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ബി ലിംഫോസൈറ്റ്, പ്ലാസ്മ സെൽസ്, സി ലിംഫോസൈറ്റ്സ്, പിന്നെ തൈമസ് സെൽസ് ഓർ തൈമോസൈറ്റ്സ്. തൈമസ് സെൽസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടി ലിംഫോസൈറ്റുകളെയാണ്. ഓപ്ഷൻ സി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. ബി സെല്ലും പ്ലാസ്മ സെല്ലും ഉണ്ട്, പക്ഷെ ബി സെൽസ് ആന്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെ ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4, തൈമസ് സെൽസ് ഓർ തൈമോസൈറ്റ്സ് ആണ്. തൈമസ് സെൽസ് ഓർ തൈമോസൈറ്റ്സ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഇസ് എ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ? ബോൺ മാരോ ആൻഡ് സ്പ്ലീൻ, സ്പ്ലീൻ ആൻഡ് തൈമസ്, ബോൺ മാരോ ആൻഡ് ടോൺസിൽസ്, തൈമസ് ഗ്ലാൻഡ് ആൻഡ് ബോൺ മാരോ. ഇതിലെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഏതാണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഫോസൈറ്റ്സ് ഗ്രോ ചെയ്ത് മെച്യൂർ ചെയ്യുന്ന ഭാഗത്തെയാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. അവിടെ ലിംഫോസൈറ്റ്സിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അത്തരം ഓർഗൻസ് ആണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. അപ്പോൾ ബോൺ മാരോ മെച്യൂർ ചെയ്യുന്നതും അത് ഗ്രോ ചെയ്യുന്നതും മെച്യൂർ ചെയ്യുന്നതും ഒക്കെ എവിടെയാണ്? ബോൺ മാരോ കറക്റ്റ് ആണ്, തൈമസ് ഗ്ലാൻഡും കറക്റ്റ് ആണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 മാത്രമാണ്, തൈമസ് ഗ്ലാൻഡ് ആൻഡ് ബോൺ മാരോ. വിച്ച് ആന്റിബോഡി ഇസ് കോൾഡ് ആസ് സെക്രീറ്ററി ആന്റിബോഡി? സെക്രീറ്ററി ആന്റിബോഡി എന്നതിൽ അറിയപ്പെടുന്നത് ഏതാണ്? IgE, IgA, IgG, IgM. ഇതിൽ സെക്രീറ്ററി ആന്റിബോഡി ഏതാണ്? സെക്രീറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി സെക്രീഷൻസിലുള്ള ആന്റിബോഡിയാണ് സെക്രീറ്ററി ആന്റിബോഡി എന്ന് പറയുന്നത്. ബോഡി സെക്രീഷൻസ് എന്ന് പറയുമ്പോൾ അത് ബ്രസ്റ്റ് മിൽക്ക് ആകാം, സലൈവ ആകാം,
ടിയേഴ്സ് ആകാം, യൂറിൻ ആകാം, ഇതൊക്കെ ബോഡി സെക്രീഷൻസ് ആണ്. അതുപോലെ സ്വെറ്റ്, ഇങ്ങനത്തെ സെക്രീഷൻസിലുള്ള ആന്റിബോഡീസിനെയാണ് സെക്രീറ്ററി ആന്റിബോഡി എന്ന് പറയുന്നത്. സെക്രീഷൻസിലുള്ളത് ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ബ്രസ്റ്റ് മിൽക്കിലുള്ളത് ഏതാണ്? അത് IgA ആണ് അല്ലെ. ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ കൊളോസ്ട്രത്തിൽ, അമ്മയുടെ പാലിലുള്ളത് IgA ആണ്. അങ്ങനെയാണെങ്കിൽ അലർജിക്ക് എഗെയിൻസ്റ്റ് ഉള്ള ആന്റിബോഡി ഏതാ? അത് IgE ആണ് അല്ലെ, IgE. അടുത്തത്, ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് സെൽസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡാഷ്. ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും ചെയ്യുന്നത് എന്താണ്? ഫാഗോസൈറ്റോസിസ്, പെർഫോറിൻ പ്രൊഡക്ഷൻ, പാസീവ് ഇമ്മ്യൂണിറ്റി, ആന്റിബോഡി പ്രൊഡക്ഷൻ. ആന്റിബോഡി പ്രൊഡക്ഷൻ ബി സെല്ലിന്റെ ജോലിയാണ്. അപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റ്സും ചെയ്യുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. അപ്പോൾ ഫാഗോസൈറ്റോസിസ് എബിലിറ്റി ഉള്ള സെൽസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സുമാണ്. അടുത്തത്, അല്ലോഗ്രാഫ്റ്റ് ഇസ് ഡാഷ്. വാട്ട് ഇസ് അല്ലോഗ്രാഫ്റ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലോഗ്രാഫ്റ്റ് എന്താണ്. ഗ്രാഫ്റ്റിംഗ് ഇൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ്, ഗ്രാഫ്റ്റിംഗ് ഇൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ്, ഹെറ്ററോഗ്രാഫ്റ്റ്, ഐസോഗ്രാഫ്റ്റ്. രണ്ട് ഡിഫറെന്റ് സ്പീഷീസിന്റെ ഇടയിലുള്ള ഗ്രാഫ്റ്റിങ്ങിനെ പറയുന്നത് സീനോഗ്രാഫ്റ്റ് എന്നാണ്. സെയിം ഇൻഡിവിജ്വൽ സ്പീഷീസിന്റെ ഇടയിലുള്ള ഗ്രാഫ്റ്റിംഗ് ആണ് അല്ലോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലോഗ്രാഫ്റ്റ്. Nowadays, cornea transplant is very popular. What is the reason? Cornea transplantation, keratoplasty എന്ന് പറയും. Cornea transplantation വളരെ പോപ്പുലർ ആണ്. എന്താണ് കാരണം? It is easy to preserve. Its transplants very easily. It can be easily obtained. Cornea is avascular. Correct answer is cornea is avascular. അതിലേക്ക് blood vessels ഇല്ല. അതുകൊണ്ട് തന്നെ സർജറി കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. ബ്ലഡ് വെസൽസ് ഇല്ലാത്തതുകൊണ്ട് ബ്ലീഡിങ്ങിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. കോർണിയ ഇസ് avascular. And the transplantation of cornea is called as keratoplasty. Question number 20. DPT vaccine is an example of dash. DPT വാക്സിൻ എന്ന് പറയുന്നത് 3 വാക്സിൻസ് ചേർന്നാണ്, ട്രിപ്പിൾ വാക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. 3 രോഗങ്ങൾക്കെതിരെ കൊടുക്കുന്ന വാക്സിനാണ് DPT വാക്സിൻ. ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ട്യൂബർകുലോസിസ്. DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ട്യൂബർകുലോസിസ് വാക്സിൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ആദ്യമേ പറഞ്ഞു. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർഡ് ആന്റിബോഡീസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ immune response created actively by the involvement of that immune system of that individual. ഒരു ഇൻഡിവിജ്വലിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആൻഡ് വാക്സിനേഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സെറ്റ് സുവോളജി സിലബസിൽ തന്നിരിക്കുന്ന യൂണിറ്റ് 2 2 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയ ഡെവലപ്മെന്റൽ ബയോളജിയും ഇമ്മ്യൂണോളജിയിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഈ ചോദ്യങ്ങളൊക്കെ ഇതിനു മുൻപ് പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ ഈ സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ വ്യൂവേഴ്സൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് എപ്പോഴും ഈ സെഷൻസ് ലൈവ് ആക്കുന്നത്. ഞങ്ങൾക്കുള്ളൊരു മോട്ടിവേഷൻ ഫോഴ്സും നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ പ്ലീസ് എല്ലാവരും ടീച്ചേഴ്സ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻഹിബിഷൻസ് ഒന്ന് മാറ്റി വെച്ചൊരു നല്ലൊരു ഫീഡ്ബാക്ക് ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങളുടെ ഈ സെഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഈ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ആവശ്യമുള്ളവർക്ക് അത് ചോദിക്കാം. ഇനി ഈ താഴെ നിങ്ങൾ സ്ക്രോളിൽ ഒരു കോൺടാക്ട് നമ്പർ കാണുന്നുണ്ട്. ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കും. ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ വെബിനാറിന്റെ ഓഫർ നിങ്ങൾക്ക് അവിടെ അവൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ ഒന്നും സംശയങ്ങളൊന്നും പറയാനില്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.